ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നാം അനവധിയായ വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതായ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് നാം ചിന്തിപ്പാൻ കൊണ്ടും പോകുന്നത്. നമ്മൾ ബാപ്റ്റിസത്തെക്കുറിച്ച് പഠിച്ചു. അത് കർത്താവ് സ്ഥാപിച്ചതല്ല, അത് മുൻകൂട്ടിയുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ ഉള്ള പല ശുശ്രൂഷകളും ഉണ്ട്. എന്നാൽ ഈ പറയപ്പെട്ടതായ കാര്യം, എന്നാൽ ഇതിൻ്റെ തുടർച്ചയും യഹൂദ അനുസരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു ഉത്സവത്തെ ആധാരമാക്കിയാണ്. അതായത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഒരു തികഞ്ഞ ഒരു യാഥാസ്ഥിക യഹൂദനായിരുന്നു. താൻ യഹൂദന്മാരുടെ എല്ലാ പെരുന്നാളുകളും പള്ളിയിൽ പോകുന്ന പതിവ് തനിക്കുണ്ടായിരുന്നു. കാരണം തൻ്റെ മാതാപിതാക്കന്മാർ അതാണ് ഈ ഭൂമിയിലായിരുന്ന മാതാപിതാക്കളെ തന്നെ പഠിപ്പിച്ചത്. അത് തന്നെയല്ല, തൻ്റെ ചുറ്റുപാടുകളിലും അത് തന്നെയാണ് നടന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുപാടുകളിലും അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മളും അതിന് ഏർപ്പെടും. പക്ഷേ ദൈവത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് സകല കാര്യങ്ങളും നിവൃത്തിയാകുന്നതിന് വേണ്ടി താൻ എല്ലാം അനുസരിച്ച് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിപ്പാൻ കൊണ്ടും പോകുന്നത്, അതായത് നമുക്കറിയാം, ദൈവം നിയോഗിച്ചതായ ഒരു കാര്യമാണ് എന്ത്? കർത്തൃമേശ, അല്ലെങ്കിൽ ദൈവിക കൂദാശകളിലൊന്നായ കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ അതിനെ കുറിക്കുന്നതായ അത് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടെന്ന് ഞാൻ പറയുന്നത്, ഞാൻ അതിൻ്റെ തുടക്കത്തിലേക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം നമുക്ക് ആണ് ആധാരമായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില വേദഭാഗങ്ങളും തുടങ്ങാം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത്, പെസഹ പെരുന്നാൾ മുമ്പേ താൻ ഈ ലോകം വിട്ട്, അതായത് 13:1, പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ നമുക്ക് പെസഹ പെരുന്നാളിന് അവർ അത്താഴത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്താഴമായപ്പോൾ പിശാച് ശിമോൻ്റെ മകനായ യൂദായ ഇസ്കാരിയാത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവത്തിൻ്റെ അടുക്കൽ പോകുമെന്നും യേശു അറിഞ്ഞിരിക്കെ പിന്നെ പറയുന്നതായ കാര്യമാണ് നമ്മുടെ ചിന്താവിഷയം. താൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തക്കവണ്ണം അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കർത്താവ് തുടങ്ങി വെച്ചതായ ഒരു ശുശ്രൂഷയാണ് പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറയും. അപ്പോൾ ഈ പാദം കഴുകൽ ശുശ്രൂഷ, പാദം കഴുകൽ ശുശ്രൂഷ യഹൂദന്മാരുടെ ഇടയിൽ ഒരു അതിഥി വന്നാൽ അവരുടെ പാദം കഴുകുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇത് പറയാം. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പാദം കഴുകുന്നു, കാല് കഴുകുന്നു, കൈ കഴുകുന്നു, മുഖം കഴുകുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുടെ ഇടയിൽ അവർ മോസ്കിൽ പോകുന്നതിന് മുൻപായിട്ട് അവരുടെ പാദം കഴുകുന്നു, മുഖം കഴുകുന്നു. അവർ പ്രത്യേക ചില രീതിയിലുള്ള വാഷിംഗ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് സജ്ജരിച്ച് വെച്ച തൊട്ടിയും വെള്ളവും എല്ലാ സൗകര്യങ്ങളും ഓരോ അവരുടെ മോസ്കോ പള്ളികളിലുമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ തിരുവത്താഴത്തിന് വേണ്ടി ഒരു കൂടി വരുമ്പോൾ അവിടെ ചെയ്യുന്നതായ ചില കാര്യങ്ങളൊക്കെയും എന്തായിരുന്നു? അവർ ഒരു ആചാരമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു, ഇപ്പം നമുക്ക് അറിയാം, അവർ അത്താഴത്തിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ ഒരു മേശയുടെ ചുറ്റുമായിട്ടിരിക്കുകയാണ്. ഇപ്പം മേ ബി അവരുടെ പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ യേശുവിനുള്ള അടുപ്പമനുസരിച്ചോ അവരിങ്ങനെ ഇരിക്കുകയാണ്. 12 പേരുണ്ട്, യേശുവുണ്ട്, അപ്പോൾ 13 പേരുണ്ട്. അപ്പോൾ ഈ 13 പേര് ഇരിക്കുമ്പോഴത്തേക്ക് അവർ സാധാരണയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പാദം കഴുകൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആര് ചെയ്യും? സാധാരണയായിട്ട് ആരെങ്കിലും സേവകന്മാരാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കുകയാണ്, ആര് ചെയ്യും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികമായൊരു സംഘർഷം അവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ കർത്താവ്, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, കർത്താവ് വസ്ത്രം ഊരി വെച്ചു, ഒരു
പാത്രത്തിൽ ഒരു വസ്ത്രകൂരി വെച്ച് ഒരു തുവർത്തെടുത്തു, അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശേഷം ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ ഇതുപോലുള്ള അനുഭവം നേരത്തെ ഉണ്ട്. അതായത് നമുക്കറിയാം, മറിയ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തു ശിമോൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വിരുന്നിന് പോയപ്പോൾ അവിടെ വെച്ച് മറിയ തൻ്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകി തൻ്റെ മുടി കൊണ്ട് തുടച്ചു. അതിനുശേഷം വെങ്കൽ ഭരണിയിൽ നിന്നുള്ളതായ പരിമള തൈലം കർത്താവിനെ അഭിഷേകം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അഭിഷേകം ചെയ്യല്ല, ഇവിടെ പാദം കഴുകൽ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ പാദം കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ താം തുടർന്ന് വായിക്കുന്നത്, അത് കഴിഞ്ഞ ശേഷം കർത്താവ് എന്ത് ചെയ്തു? പത്രോസിൻ്റെ അടുത്ത് വന്നു. പത്രോസിൻ്റെ അടുത്ത് വന്നു. യേശു അവനോട് പറഞ്ഞ് അടുക്കൽ വന്നു. യേശു അവനോട് നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുന്നു ഉത്തരം പറഞ്ഞു. അപ്പോൾ ഉടനെ പത്രോസ് പറഞ്ഞു, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകിയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവനാകുന്നു, എല്ലാവരും അല്ലതാണെന്ന് പറഞ്ഞു. അത് തന്നെ കാണിച്ചു കൊടുക്കുന്ന യൂദയെ ആണ് ചൂണ്ടിക്കാണി. ഇപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ടതായ കാര്യം സാധാരണ നമ്മൾ ഒരു പള്ളി വിശേഷങ്ങൾ അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പം നമുക്കറിയാമല്ലോ, കല്യാണ ഫെസ്റ്റിവലായാലും കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ പള്ളിപരമായ ഇതായാലും കൊള്ളാം, എന്തായാലും നമ്മൾ കുളിച്ച് ശുദ്ധിയുള്ളവരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെ, അതായത് ഇവിടെ അവിടെ അവർ നടന്നു വന്ന വഴിയിലുള്ള പൊടിയും കാലിലുള്ള പൊടിയും, അല്ലെങ്കിൽ അവർ ചെരുപ്പ് മിക്കവാറും അന്നത്തെ കാലത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലായിരിക്കാം, ചെരുപ്പ് കാണുമായിരിക്കാം, എന്തോ ആയാലും അങ്ങനെ പൊടിയും പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, കുളിച്ചവരിക്കുന്നവരെന്ന് കാലില്ലാതെ കഴുകാൻ ആവശ്യമില്ല, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ എല്ലാവരും അല്ലതാണ്. അപ്പോൾ ഇതാരെ ഉദ്ദേശിക്കുന്നത് കർത്താവ് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാദം കഴുകൽ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്തതായ കാര്യത്തെ അത് വേണ്ട എന്ന് പത്രോസ് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞപ്പോൾ എല്ലാവരും വസ്ത്രം ധരിച്ചു. ഇപ്പം കർത്താവും ഗുരുവും ഇവിടെ ഉടനെ എൻ്റെ കാലും മാത്രമല്ല, എൻ്റെ തലയും എൻ്റെ കൈയും, എൻ്റെ കൈയും തലയും കൂടെ കഴുകണമെന്ന് പറയുകയാണ്. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, കുളിച്ചിരിക്കുന്നതിന് ആവശ്യമില്ല, എന്നാൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാകുന്നാൽ എല്ലാവരും അല്ലതാനും. പിന്നെ ഇതിന് ശേഷം കർത്താവ് കാൽ കഴുകി വസ്ത്രം ധരിച്ചിട്ട് ഇരുന്നു. അവരോട് പിന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്ന ഞാൻ അങ്ങനെ ആകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു, ഒരു മാതൃക, ഒരു മോഡൽ തന്നിരിക്കുന്നു. അപ്പോൾ അത് ഒരു ആചാരമായിട്ട് കർത്താവ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണത്. ഇത് നിങ്ങൾ അന്യോന്യം ചെയ്യുവിൻ, നിങ്ങൾക്കതൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇന്നിപ്പം എല്ലായിടത്തും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില പള്ളികളിലൊക്കെ ഇപ്പോൾ അച്ഛന്മാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ മൂപ്പന്മാരുടെ 12 പേര് കാല് കഴുകുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ ദേശത്ത് ഞങ്ങൾ പോയിരുന്ന ആ പള്ളിയിൽ എൻ്റെ വല്യപ്പൻ അവിടുത്തെ ഒരു മൂപ്പനായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് അവിടുത്തെ ബിഷപ്പ് സാധാരണയായിട്ട് പെസഹ വ്യാഴാഴ്ച, അതായത് പാസോവർ ഡേ, 12 മൂപ്പന്മാരെ വിളിച്ചവരുടെ കാല് കഴുകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാല് കഴുകുന്ന കൂട്ടത്തിൽ എൻ്റെ വല്യപ്പൻ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചെറുപ്പകാലത്തുള്ള ഓർമ്മ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ ഇപ്പോൾ ചില പള്ളികളിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലായിടത്തും ചെയ്യുന്നത് ഇവിടെ പറയുന്നത്, നിങ്ങൾ അന്യോന്യം കഴുകണം, കർത്താവും ഗുരുവായി ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ശുശ്രൂഷയെ എന്തിനെ കുറിക്കുന്നതാണ് എന്ന് നമുക്ക് സ്വല്പമായിട്ട് ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് ചെയ്തത് അത് തൻ്റെ ദൈവത്തോട് പോവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ ഇഹലോകവാസം അവസാനിക്കുന്നു.
അതുകൊണ്ട് അവർക്കൊരു മാതൃക കാണിക്കുവാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് തൻ്റെ ഇഹലോകവാസത്തിൻ്റെ അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്വർഗമഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നത് എന്തായി തീരുവാനാണ്? ഒരു ദാസനായി തീരുന്നത് പോലെ. ഇപ്പം നമ്മെപ്പോലെ, മനുഷ്യരെപ്പോലെ, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ചു, ദൈവപുത്രനായിട്ട്, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്, ഒരു മനുഷ്യപുത്രനായിട്ട് ജനിച്ചു. അപ്പോൾ ആ സ്വർഗത്തിൽ നിന്നും നല്ല സകല മഹിമയും വെടിഞ്ഞ് വന്നതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകുന്നുവെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? അന്യോന്യം ചെയ്യുവാൻ തക്കമുള്ള ഒരു മാതൃക. അപ്പോൾ അതാണല്ലോ യേശുക്രിസ്തു വന്നത് എന്തിനാണ്? പാപികളെ രക്ഷിപ്പാനാണ്. അത് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, സകല മഹിമയും വെടിഞ്ഞ് ദാസരൂപേണ ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക, അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത്. അത് ഒന്നാമത്തെ ലെസണാണ്. രണ്ടാമത്തെ പാഠം പറയുന്നത് ഒരു പിന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറും കാല് കഴുകുന്നുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ, അതായത് ഒരു ഹയർ ക്ലൻസിങ് എന്നാണ് പറയുന്നത്, ഒരു ഉന്നതമായ കഴുകലാണ്, ഉന്നതമായ കഴുകൽ. കാരണം എന്താണ്? നമ്മുടെ ഈ ലോകവാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം നിറഞ്ഞ പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം ആണ് നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നത്, മനുഷ്യരല്ല. അതുകൊണ്ട് അത് ദൈവം നമ്മോട് ക്ഷമിച്ചു. നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ പറയാറുണ്ട്, കർത്താവ് പഠിപ്പിക്കുകയുണ്ട്, എന്താണ്? നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് പോലെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചു തരും. അപ്പോൾ ആ ഒരു അനുഭവം, അതായത് ഇതൊരു ഹയർ ക്ലൻസിങ്, അതായത് സ്വർഗീയമായ ഒരു കഴുകലാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന വേറൊരു വിഷയം, ഇവിടെ ഈ ശിഷ്യന്മാരെല്ലാവരും കൂടിയിരിക്കുകയല്ലേ. ഈ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ചിന്തകൾ പലതായിരുന്നു. ആ ചിന്തയിൽ ഒന്ന് അവരെ പലരെയും വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ യോഹന്നാൻ്റെയും അമ്മ വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഈ രായുധം പ്രാപിക്കുമ്പോൾ എൻ്റെ മക്കളെ ഇടത്തും വലത്തുമായിട്ടിരിക്കണം. അത് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നൊരു വലിയ പദവിയാണ്. ഇടത്തും വലത്തിരിക്കുക കർത്താവിൻ്റെ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് ഞാൻ നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം, പക്ഷേ അത് ദൈവമാണ് ഇച്ഛിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് അസൂയ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ മനോഭാവത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു. കൊരിന്ത്യ ലേഖനം 1 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പ്രത്യേകിച്ച് ഏത് വാക്യമാണ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അവരുടെ ഇടയിൽ ഒരു അസൂയയുടെ ഒരു ഇതുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഉന്നത താഴ്ചയുടെ ചില പ്രകൃതങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഒരു ഉദാഹരണമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല ചിന്തകളിലായിരുന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്തു? ഒരു സേവകൻ്റെ വിലയെ ഉണ്ടാക്കണം അവർ മടിച്ചത്. കാരണം ഞാനങ്ങനെ അവൻ്റെ കാലം ഒഴുകും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കാലം അങ്ങനെ ഒഴുകും. അപ്പോൾ ആ ഒരു ചിന്ത ഇതുപോലെ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇത് എന്താണ്? ക്ഷമിക്കുന്ന, അല്ലെങ്കിൽ അന്യോന്യം ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ഒരു സാഹചര്യം. അതായത് ഇതിന് ഈ പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് വേറൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഉയർച്ച, താഴ്ച, ഉച്ച നീചത്വങ്ങൾ കണക്കാക്കരുത്. നാം എല്ലാവരും ഒരു ബെഞ്ചിൽ അല്ലെ ഒരു കസേരയിൽ, ഒരുപോലുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് മറ്റവൻ്റെ കാല് പിടിച്ച്, അല്ലെ കാല് പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ അവൻ്റെ കാല് കഴുകണമെന്ന് കാല് പിടിക്കാൻ പറ്റുമല്ലോ. കാലെ പിടിച്ച് വെള്ളം ഒഴിക്കണം, അത് തുടയ്ക്കണം, അത് തുവർത്തണം. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്താണ്? താഴ്മയുടേതായ ശുശ്രൂഷയാണ്. അതായത് എളിമയുടെ ശുശ്രൂഷ എന്ന് പറയും. അപ്പോൾ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയെങ്കിൽ നിങ്ങൾ അന്യോന്യം ചെയ്യുവിൻ. അപ്പോൾ ഉന്നത ഭാവങ്ങളൊന്നുമില്ലാതെ പാദത്തിൽ തൊട്ട് അവരോട്, അതിപ്പോൾ സാധാരണയായിട്ട് ഈ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ചെയ്യാറുണ്ട്. കാരണം അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് ഈ പാദങ്ങളിൽ ശുശ്രൂഷയ്ക്ക് മുമ്പ് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉന്നത ഭാവമോ അല്ലെങ്കിൽ അസൂയയോ പിണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. കാരണം ഇതൊരു റെക്കൺസിലിയേഷനാണ്, അതായത് രമ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട്, അല്ലെങ്കിൽ ഒരു സഹോദരനോട് ഏതെങ്കിലും പിണക്കങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ അവിടെ നടക്കണം. അതായത് അന്യോന്യം ക്ഷമിക്കുക. അത്
എന്താണ് ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള നല്ല മനോഭാവത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അവിടെ ഉന്നത താഴ്ചകളിൽ ഇപ്പം ഞാൻ സാധാരണ പള്ളിയിൽ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഏത് തരത്തിലുള്ള വ്യക്തിയായാലും പള്ളിയിരിക്കുമ്പോൾ ഒരു ബെഞ്ചിലായിരിക്കുന്നത്, ചിലപ്പോൾ ആ ബെഞ്ചിലായിരിക്കും ഈ ബെഞ്ചിലായിരിക്കും. അപ്പോൾ അവിടെ ചിലർക്ക് ചിലപ്പം പ്രായമുള്ളവർക്ക് ചിലപ്പോൾ സീറ്റോ അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ, പക്ഷേ അല്ലാതെ അവിടെ ഒരു പ്രത്യേകതയില്ല. ഇനി അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കർത്താവ് അത് പരിഗണിച്ചു. അപ്പം ഇത് അന്യോന്യം ക്ഷമിക്കുകയും എല്ലാവരും ഒരുപോലെയാണ് ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതായത് ഒരുമനപ്പെട്ടുള്ളതായ ഒരു അനുഭവം. അപ്പോൾ അതാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തമായിരിക്കും. അവിടെ വേർവ്യത്യാസങ്ങളില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടെ അതിന് പറയുന്നത് ബോണ്ട് ചെയ്തതുപോലെ ഒന്നിച്ചുള്ള ഒരു കൂട്ട്, ആ കൂട്ടായ്മയിൽ സന്തോഷമുണ്ടാകും. നമ്മൾ ഒന്നിച്ചൊരു പാട്ട് പാടുന്നു, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിനുണ്ടെങ്കിൽ ദ കോസ് ഇസ് നമ്മൾ ഈ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുകയാണ്, എനിക്കല്ല. ഞാൻ വലിയ കസേരയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും തുല്യവരാണ്. നമ്മുടെ അന്യോന്യം പാദം കഴുകുന്നുണ്ട്. നാം ഒരു തരത്തിൽ പറഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തുകയാണ്, സർവീസ് ഓഫ് ഹ്യൂമിലിറ്റിയാണ്. അത് നമ്മെ താഴ്ത്തിക്കൊണ്ട് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങൾക്കൊരു മാതൃക എന്നതുപോലെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യും. കണിശമായും ഈ ഉന്നത ഭാവം ഒരിക്കലും ഉണ്ടാകുകയില്ല, അതേ ഉന്നത താഴ്ചയുടെ ഭാവം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതിന് അന്യോന്യം ശോധന ചെയ്തിട്ട് വേണം കർത്തൃമേശയിൽ പങ്കെടുക്കുവാനെന്നാണ്. നമുക്കത് വായിക്കാം. ഇത് കൊരിന്ത്യ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ സാധാരണ ഈ കമ്മ്യൂണിറ്റി സർവീസ് നടത്തുമ്പോൾ വായിക്കാറുള്ള ഭാഗമാണ്. ഇവിടെ പറയുന്നത് 11:23 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ശരീരമൊക്കെ പറഞ്ഞ ശേഷം അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് 27, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇത് അപ്പവും ഇതിൻ്റെ കാര്യം. പക്ഷേ ഇതിനു മുമ്പുള്ളതായ നമ്മുടെ മനോഭാവം, നമ്മുടെ മറ്റ് വ്യക്തികളുമായുള്ള ഇടപാടിൽ, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഈ പാദം കഴുകൽ കൊണ്ട് ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കാല് പിടിച്ച് അവൻ്റെ കാല് കഴുകുമ്പോൾ അത് കണിശമായിട്ടും കാല് പിടിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ്റെ കാല് ഞാൻ പിടിക്കുന്നു. അല്ലെങ്കിൽ അത് ഒരു അഹങ്കാരമല്ല, എളിമയുടെ ശുശ്രൂഷയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ഹയർ ക്ലെൻസിങ്ങിന് വേണ്ടിയാണ്. അതായത് ഞാൻ എൻ്റെ സഹോദരനോട് സഹോദരിയോട് അവരുടെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് അത് വരുമ്പോൾ, അത് നമ്മുടെ ഉള്ളുകൊണ്ട് ചെയ്യുന്ന ആ കാര്യമാണ്. സ്വർഗ്ഗം എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങളും ക്ഷമിച്ചു തരും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പുറപ്പാടാണ് ഈ പാദം കഴുകൽ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? വിശ്വാസികളും തമ്മിലുള്ളതായ ഐക്യത്തിന് ഇടയായിത്തീരും. അതായത് ഒരുമയുടെ ഒരു നടപടിയായിട്ട് തീരും. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടാകും. അവിടെ ഈ ഉച്ചനീചത്വങ്ങളില്ല. കാരണം ദൈവസന്നിധിയിൽ നാം എല്ലാവരും തുല്യരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ വരുമ്പോഴേ ഉള്ളൂ ഞാൻ ആ കുടുംബത്തിൽ ഈ കുടുംബത്തിൽ ഈ ഭൂമിയിലുള്ളതായ കാഴ്ചപ്പാടും അവസ്ഥയും അത് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ട് കർത്താവ് സ്ഥാപിച്ചതായ ഈ സ്ഥാപനം അത് നമുക്കൊരു എന്താണ്? ഒരു പാഠമാണ്, ദർശന പാഠമാണ്. വീണ്ടും വായിക്കുന്നത് 13-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം 13 ഞാൻ വായിക്കുന്ന, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴിയേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാനൊരു ദൃഷ്ടാന്തം നൽകിയിരിക്കുകയാണ്, ഒരു മാതൃക, ഒരു മോഡൽ. അപ്പോൾ ആമേൻ ഞാൻ നിങ്ങൾ പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവൻ അല്ല, ദൂതൻ എന്നെ അയച്ചവനേക്കാളും വലിയവനല്ല. നിങ്ങളിത് അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങളെല്ലാവരും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുവാൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്ന, എൻ്റെ അപ്പം തിന്നവന് എന്നാൽ കുതികാൽ ഉയർത്തിയിരിക്കുന്ന തിരുവെഴുത്തുകളെ നിവൃത്തിയാകേണ്ടതിന് അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹായി നിങ്ങൾ വിശ്വസിക്കേണ്ടത് തന്നെ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നതിനെ കൈക്കൊള്ളുന്നവൻ എല്ലാം എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അത് പിതാവും പുത്രനുമായുള്ള ബന്ധം, അതുപോലെ തന്നെ പിതാവുമായുള്ള യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ്
നമ്മുടെ ഈ നിലപാട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കണിശമായിട്ടും കർത്താവ് പറഞ്ഞതായ കാര്യം ശരിയായി വരും. എന്താണ് പറഞ്ഞത്? മറ്റൊന്നുമല്ല, ഇവിടെ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. അതുകൊണ്ട് നാം പിന്നെ അറിയുവാൻ പോവുകയാണ്. എന്താണ് നാം ചെയ്യുന്നതായ ഈ ശുശ്രൂഷ എപ്രകാരം നമ്മെ ആത്മീയ ജീവിതത്തിലേക്ക് വളർത്തുകയും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ തളർത്തുകയും ഒന്നുകിൽ പുകഴ്ത്തുകയും അല്ലെങ്കിൽ ഇകഴ്ത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ ദൈവസന്നിധിയിൽ നിരപ്പുള്ളവരായി തീരുവാൻ തക്കവണ്ണം നിരപ്പുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ഈ ഭൂമിയിൽ സംഭവിക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്നു എനിക്ക് ഇന്ന് വയ്യ, പക്ഷേ നാളെ നിനക്കുള്ളതല്ല. കാരണം ഏത് സമയത്താണ് നമ്മുടെ ജീവൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൊണ്ട് വരുന്നതായ നാഴികയിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം, അതായത് ക്രിസ്തുവിൽ ശേഷിക്കുന്നവരെ നാം അവരോട് എടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മരിച്ചു ഉയർക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കാണപ്പെടുകയില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഉള്ള ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. അത് വരാതിരിക്കാനൊക്കെ നാം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ കഴിയേണ്ടതാകുന്നു. ഇത് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം. എന്താണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞാൽ? ഒരു മാതൃക, ഒരു മോഡൽ. നമുക്ക് കർത്താവ് ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പോയതായ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, അതുപോലെ നിങ്ങൾ ഇവണ്ണം ചെയ്യുവിൻ എന്ന് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുസരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു മോഡൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ചെയ്യുക. അതിനാണ് ഇപ്പോൾ ഈ എന്നെ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. കാരണം തിരുവചനം എന്ത് പറയുന്നു? അങ്ങനെ തന്നെയൊന്ന് വരോയിൽ ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ വചനം വെച്ച് പഠിക്കുക. വചനം സത്യമായിട്ട് പറയുന്നു, ഇത് അന്യോന്യം ചെയ്യുവാൻ പറയുന്നു. പക്ഷേ ഇന്ന് പലയിടങ്ങളിലും നമുക്കറിയാമല്ലോ, ഈ അപ്പം മാത്രം ഭക്ഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാർ മാത്രം വീഞ്ഞ് കുടിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ. അതിനൊരു മാതൃക നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞ പോലുള്ളതായ മാതൃകയെ അനുസരിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. അതിന് നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഇത് കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും വരുമ്പോൾ ആ കർത്താവോടൊപ്പം എടുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായിരിക്കണം. ഈ വീറ്റ് വാഷിംഗ് സർവീസ് അല്ലെങ്കിൽ പാദം കഴുകൽ ശുശ്രൂഷ നമുക്കൊരു അനുഗ്രഹമായി തീരും. അതിന് ശേഷമാണ് നാം എന്ത് ചെയ്യേണ്ടത്? അപ്പവും വീഞ്ഞും പങ്കെടുക്കണം. അതാണല്ലോ ഞാൻ ഇവിടെ മുമ്പേ വായിച്ചത്. എന്താണ്? നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. എവിടെയാണ് ഞാൻ നിൽക്കുന്നത്? ദൈവപക്ഷത്താണോ അതോ സ്വാർത്ഥപരമായ നമ്മുടെ പക്ഷത്താണോ, അല്ലെങ്കിൽ പിശാചിൻ്റെ സൈഡിലാണോ? അതൊരിക്കലും പാടില്ല. ദൈവസന്നിധിയിൽ പോകേണ്ടവരല്ലെങ്കിൽ ദൈവത്തോട് കൂറ് പാലിക്കുന്നവർ കർത്താവ് പറഞ്ഞ പോലെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് മാതൃകയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് സ്ഥാപിച്ച സ്ഥാപനമാണ്, ഒരു മാതൃകയാണ്, ഒരു ദൃഷ്ടാന്തമാണ്. അത് ഞാൻ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലേക്ക് അടിങ്ങളതിനെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. അടിങ്ങൾക്ക് തിരുവനന്തപുരത്തുനിന്ന് ധ്യാനത്തിനായിട്ട് തന്ന വിഷയത്തെ, പ്രത്യേകിച്ച് പാദം കഴുകൽ ശുശ്രൂഷ കർത്താവ് ഒരു മാതൃകയായിട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് അന്യോന്യം ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇടയാകരുതേ. അവിടുന്ന് പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ, കർത്താവിൽ ആശ്രയിപ്പാൻ, അങ്ങയുടെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇതുവരെയും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. അടിയൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമോ ദുഃഖമോ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ട ആശ്വാസം, സൗഖ്യം, സമാധാനം ഞങ്ങളുടെ കർത്താവ് നൽകണമേ. സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നതായ നന്മകളല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഈ ഭൂമിയിലെയോ എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടവരാണ്. അതുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിന് ഓഹരിക്കാരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൽ കൊടുത്ത താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.